നേന്ത്രപ്പഴം നെയ്യിൽ വിളയിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരുവിധം നല്ല പഴുപ്പുള്ള നേന്ത്രപ്പഴമാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് ഈ നെയ്യിൽ അതിൻ്റെ ആ പഴത്തിൻ്റെ നല്ല സ്വീറ്റ്നെസ് ഒക്കെ ആയിട്ട് പിന്നെ നമ്മൾ പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാം. ദേ ഈ ഒരു പാകം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ എപ്പോഴും വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇത് ഒരു സൈഡ് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ഇത് തിരിച്ചിടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു പുഴുങ്ങിയ ഒരു പോലെ ആവാനാണ് പോണത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചിടുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്.